CDS അക്കൗണ്ടൻ്റ് ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ CEF CDSൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കമ്മ്യൂണിറ്റി എൻ്റർപ്രൈസസ് ഫണ്ട്. ഇതിൻ്റെ എൻട്രികളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. CEFൻ്റെ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയും ഉപയോഗിച്ച് സാധിക്കുന്നതല്ല. ഇതിലുപരി ലെഡ്ജറുകളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് ഇതിൽ ടാലിയിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം പലതരത്തിലുള്ള ലോൺ എൻട്രികൾ നമുക്ക് വരുന്നുണ്ട്. പേള്, PMFME, CEF, CIF, CIG ഇങ്ങനെ ധാരാളം ലോണുകൾ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളതും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ള വിവിധ ലോണുകൾ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ CF പോലെയുള്ള ലോണുകൾക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ടാലിയുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും. ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത ലെഡ്ജർ ടാലിയിൽ ചെയ്യുന്നതിലൂടെ ഓരോരുത്തരും തരാനുള്ള തുക കൃത്യമായി തന്നെ നമുക്ക് ടാലിയിലും അതിൽ നിന്ന് രജിസ്റ്ററിലേക്കും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിയും. ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ കൂടി നമുക്ക് ഇതിനകത്തൊന്ന് പ്രയോജനപ്പെടുത്താൻ കഴിയും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായി കാണണം. ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, അതുകൂടി മനസ്സിലാക്കി പോകണം. ഇത് 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി വീഡിയോ കാണുക. നമ്മൾക്ക് CEFൻ്റെ ലോൺ എൻട്രിക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള CEFകളാണ് ജില്ലാ മിഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ആനിമൽ ഹസ്ബൻഡറി മേഖലയിലും എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടൊക്കെ CEF തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് CEF ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഗ്രൂപ്പും ഹെഡും ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്ലാൻ ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ ഫണ്ടിൽ AG26 അർബൻ ആൻഡ് റൂറൽ CEF ഉണ്ട്. NRLM ഫണ്ട് നോക്കിക്കഴിഞ്ഞാൽ SDELD02 എൽഡർലി ലെഡ് എൻ്റർപ്രൈസസ് 50,000 രൂപ വെച്ച്, SDPWD എന്ന് പറയുന്ന ലൈവ്ലിഹുഡ് പ്രൊമോഷൻ ഓഫ് PWDs ഉണ്ട് 50,000 രൂപ. ഇതുകൂടാതെ മാർക്കറ്റിംഗ് CEF ഉണ്ട്, കേരള ചിക്കൻ്റെ CEF ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള CEFകൾ നമുക്ക് ജില്ലാ മിഷനിൽ നിന്നും ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് ഏതാണ് എന്നുള്ളത് നോക്കുക, അതിൻ്റെ കോഡ് ഉൾപ്പെടുത്തുക. അത് ഏത് ഫണ്ടാണ്, പ്ലാൻ ഫണ്ടാണോ NRLM ഫണ്ടാണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് അണ്ടർ എന്നുള്ള ഗ്രൂപ്പ് കൊടുക്കാം. ഇവിടെ ഞാൻ AG26 എന്ന് പറയുന്ന അർബണിനും റൂറലിനും അനുവദിച്ച് കിട്ടുന്ന പ്ലാൻ ഫണ്ടിൻ്റെ CEFനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പേരിലൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഗേറ്റ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ സെലക്ട് ചെയ്യുക, AG26 CEF ഫണ്ട്. AG26 CEF ഫണ്ട് എന്ന് പറയുന്ന പ്ലാൻ ഫണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അണ്ടർ പ്ലാൻ ഫണ്ട് കൊടുക്കുക. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വേണ്ട. ഇപ്പോൾ നമ്മൾ ഈ CEF ഫണ്ട് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത് ജില്ലാ മിഷനിൽ നിന്ന് അനുവദിച്ച് തരുന്ന ഫണ്ടുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വിതരണം ചെയ്യാനുള്ള വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി നോ ആക്കി കൊടുക്കുക.
കാരണം ഇതിന് നമ്മൾ കോസ്റ്റ് സെൻറ്റർ അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോസ്റ്റ് സെൻറ്റർ ആക്കി കൊടുക്കുക. ഈ ലെഡ്ജർ നമ്മൾ സേവ് ചെയ്യുകയാണ്. AG26CA ഫണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഏത് CF ആണോ ലഭിച്ചിട്ടുള്ളത് അത് കണ്ടുപിടിച്ച് അതിൻ്റെ കോഡ് ഉപയോഗിച്ച് വേണം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ. ഇനി നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പെയ്ഡ് ലോൺ ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം യൂണിറ്റുകൾക്ക് ലോൺ കൊടുക്കുകയാണെങ്കിൽ ആ യൂണിറ്റുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഗേറ്റ്വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കേണ്ടത് CEF ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്നാണ്. CF ലോൺസ് ആൻഡ് അഡ്വാൻസ് അണ്ടർ ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് ഈ ഗ്രൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ലോൺ കൊടുക്കുന്ന പാർട്ടികളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ജില്ലാ മിഷനിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് നമ്മൾ മറ്റ് പല പാർട്ടികൾക്കും ലോണായി കൊടുക്കാറുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. 2, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ഗ്രൂപ്പ് എന്ന് പറയുന്നത് CEF ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തത് CEF ഫണ്ട് എന്നുള്ളതും. CF ഫണ്ട് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത ലെഡ്ജറിനെ കുറിച്ച് പറഞ്ഞു. കോസ്റ്റ് സെൻറ്റർ ഒന്നും വേണ്ട അവിടെ. അത് ജില്ലാ മിഷനിൽ നിന്ന് തരുന്ന ഫണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ CDSൽ നിന്നും ലോൺ എടുത്തുകൊണ്ട് പോകുന്ന ഗ്രൂപ്പുകളുടെ പേരുകൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വരുമ്പോഴേ നിങ്ങൾ കോസ്റ്റ് സെൻറ്ററിലും കോസ്റ്റ് കാറ്റഗറിയും ചെയ്ത സമയത്ത് ME യൂണിറ്റുകളെയും JLG യൂണിറ്റുകളെയും NHGകളെയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റിയിൽ മാത്രമേ വരികയുള്ളൂ. അത് ലെഡ്ജറിലേക്ക് വരത്തില്ല. ലെഡ്ജറിൽ നമ്മൾ സെപ്പറേറ്റ് ഇവരെ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിൽ നിന്ന് ലോൺ എടുക്കുന്ന ഗ്രൂപ്പുകളെ മാത്രം ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ എൻ്റർ ചെയ്യുക. ഇവിടുത്തെ യൂണിറ്റാണ് ME യൂണിറ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്വാന്തനം മൈക്രോ യൂണിറ്റ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയ്ഡ് ലോണിലൊക്കെ വിശദീകരിച്ച പോലെ തന്നെ ഒരു 1-2 കോഡ് കൂടി ചേർത്ത് എൻ്റർ ചെയ്യുക. CEF P11, അതായത് സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റ് ആണ്. അത് CEF ലോണാണ്. P11 എന്ന് വെച്ചാൽ ബുക്കിനകത്ത്, വ്യക്തിഗത ലെഡ്ജറിൻ്റെ ബുക്കിനകത്ത് പേജ് നമ്പർ 11 എന്നുള്ളതാണ്. ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. നമുക്കത് പിന്നീട് വളരെ എളുപ്പത്തിൽ ഇവർ ലോൺ അടയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ പേര് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇവിടെ അണ്ടർ CEF ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇവിടെ യെസ് കൊടുക്കണം. ഇവിടെ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നോ കൊടുത്തിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക 4%. ഇവിടെ ഇൻട്രസ്റ്റ് പാരാമീറ്റേഴ്സാണ്. സിസ്റ്റം ഓട്ടോമാറ്റിക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ട ചില നിബന്ധനകളാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. 4% ഇൻട്രസ്റ്റ് ആണ്. 365 ഡേയ്സ് എ ഇയർ. നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങുന്നത് പല രീതിയിലാണ്. മന്ത്ലി ബേസിൽ വാങ്ങുന്നവരുണ്ട്, ഡെയിലി ബേസിൽ വാങ്ങുന്നവരുണ്ട്. ശരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങേണ്ടത് ഡെയിലി ബേസിലാണ്. 30 ദിവസമുള്ള ഒരു മാസം, ആ മാസത്തിൽ ഒരാൾ CF ലോണ് മുൻപേ തന്നെ അടച്ചു 25 ദിവസമായപ്പോഴേക്കും ലോൺ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 30 ദിവസത്തെ പലിശ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അവരെ നമ്മൾ കൊള്ളയടിക്കുകയാണ്, കൊള്ളലാഭം ഉണ്ടാക്കുകയാണ്. നമ്മൾക്ക് ശരിക്കും 25 ദിവസത്തെ പലിശ കിട്ടിയാൽ മതി. അവർ കൊണ്ടുവന്നപ്പോൾ നമ്മൾ മന്ത്ലി ബേസിൽ കണക്കൂട്ടി നോക്കുമ്പോൾ ഒരു മാസത്തെ പലിശ കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ഈ മാസം 10 വരെയുള്ള 30 ദിവസം. അവർ 25-ാം തീയതി അടച്ചപ്പോൾ നമ്മൾ ഒരു കാരണവശാലും 5 ദിവസത്തെ പലിശ കുറച്ചിട്ടില്ല, ആ ഒരു മാസത്തെ പലിശ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊള്ളലാഭം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ തന്നെ 30-ാമത്തെ ദിവസം
കൊണ്ട് അടയ്ക്കേണ്ട ഒരു ലോണ് 45 ദിവസമായപ്പോഴാണ് അവർ കൊണ്ട് അടച്ചത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മാസം 10-ാം തീയതി അടയ്ക്കേണ്ട ലോണ് 25-ാം തീയതി കൊണ്ട് അടച്ചു. നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ മാസം ലോൺ അടയ്ക്കണമായിരുന്നു, അത് അവർ അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ 15 ദിവസം ലേറ്റായപ്പോൾ അതിൻ്റെ പലിശ കൂടി നമ്മൾ വാങ്ങണം. അപ്പോൾ നേരത്തെ അടയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് പാർട്ടിക്ക് കിട്ടുകയും വേണം, താമസിച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്കും കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അതുകൊണ്ട് 365 ദിവസമുള്ള വർഷം ബേസ്ഡാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കൂടാതെ ഡെബിറ്റ് ബാലൻസ് ഉള്ളി കൊടുക്കുക. എല്ലാ ബാലൻസിലും കൊടുക്കേണ്ട കാര്യമില്ല. ഡെബിറ്റ് ബാലൻസ്, അതായത് നമുക്കിനി തിരിച്ചടയ്ക്കാനുള്ള ബാലൻസിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ഡെബിറ്റ് ബാലൻസ് കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം. ഇത് ഇൻട്രസ്റ്റ് പാരാമീറ്റേഴ്സ് ആണ്. ഇത് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. മുകളിലെ 2 ചോദ്യങ്ങൾക്കും നോ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന എമൗണ്ടിനും ലെസ് ചെയ്യുന്ന എമൗണ്ടിനും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അത് ഒത്തിരി കൺഫ്യൂഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അത് യെസ് ആക്കാത്തത്. കുറയ്ക്കുന്ന പൈസയുടെ പലിശ കൂടി കാൽക്കുലേറ്റ് ചെയ്തിടും. നമുക്ക് മിസ്റ്റേക്ക് പറ്റി അതങ്ങാനും എടുത്ത് പലിശ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആപ്പടെ കുഴപ്പത്തിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഈ ഡെബിറ്റ് ബാലൻസ് ഉള്ളി കൊടുത്ത് സേവ് ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ യൂണിറ്റിൻ്റെ അഡ്രസ്സ്, മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സെക്രട്ടറിയുടെ പേര്, പ്രസിഡൻറ്റിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചേർക്കാൻ പറ്റുമോ അതെല്ലാം. ഡേറ്റ് ഓഫ് ലോണ്, എമൗണ്ട് ഓഫ് ലോണ്, EMI, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്കിതിനകത്ത് അടിച്ചു ചേർത്ത് സേവ് ചെയ്യാം. ഇവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി നോ ആക്കി കൊടുക്കണം. ഇനി നിലവിലുള്ള യൂണിറ്റുകളാണെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ കൊടുത്തിട്ട് പോവുക. 1/4/2024 ഓപ്പണിംഗ് ബാലൻസ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതിവിടെ കൊടുത്തിട്ട് പോവുക. അതുപോലെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത സമയത്ത്, CF ലോൺ എന്ന് പറയുന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം എത്ര രൂപയാണോ CFൻ്റെ ബാലൻസ് ഷീറ്റ് ഉള്ളത് ആ എമൗണ്ട് കൊടുത്തു പോയത് നല്ല കാര്യം. ഇവിടെ സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റ് എന്ന് പറയുന്ന ME യൂണിറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു പോവാം. നമ്മളിതുവരെ അങ്ങനെ കൊടുത്തതായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉള്ള ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു പോവുക. ഓക്കെ, അടുത്തൊരു യൂണിറ്റാണ് KK കാറ്ററിംഗ്. CF ലോൺ ആൻഡ് അഡ്വാൻസ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എസ് 4%, 365 ഡെബിറ്റ് ബാലൻസ് ഉള്ളി. അഡ്രസ്സും കാര്യങ്ങളും കൊടുത്ത് തന്നെ പോകണം. ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകരുത്. പൂർണ്ണമായ അഡ്രസ്സും കാര്യങ്ങളും രജിസ്റ്റർ നോക്കി പോവാം. ഇവരുടെ ലോൺ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഞാൻ എൻ്റർ ചെയ്യണം. 45,000 രൂപയാണ് ഓപ്പണിംഗ് ബാലൻസ്. ഒരു യൂണിറ്റ് കൂടെ നമുക്ക് ചെയ്യാം. കൃഷ്ണ അഗർബത്തീസ്, CF ലോൺ ആൻഡ് അഡ്വാൻസ് യെസ് കൊടുക്കുക. ഡെബിറ്റ് ബാലൻസ് കൊടുക്കുക. കോസ്റ്റ് സെൻറ്റർ നോ കൊടുക്കുക. 15,000 രൂപ ഓപ്പണിംഗ് ബാലൻസ്. ഇനി നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം CFൻ്റെ പേരിൽ. CFൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. CEF, CDSൻ്റെ പേര് CDS, CEF ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഈ CDSൻ്റെ പേരും PPD CDS എന്നുള്ളത് ചേർക്കുന്നത് എന്തിനാണെന്നുള്ളത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് സെർച്ച് ചെയ്യുന്ന സമയത്ത്, ലെഡ്ജർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ലെഡ്ജറുകളൊക്കെ നമ്മളിങ്ങനെ ചെയ്തിടുമ്പോൾ ഒത്തിരി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ PPD CDS എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ പേര് മുന്നേ ചേർക്കുന്നത്. അതിൻ്റെ കൂടെ CDSൻ്റെ CFൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അണ്ടർ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും
എൻ്റർ ബാങ്ക് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ കൊടുക്കുക. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, സ്വിഫ്റ്റ് കോഡ്, ബാങ്ക് നെയിം, ബ്രാഞ്ച് കൊടുക്കുക. ബാക്കി ഓപ്പണിംഗ് ബാലൻസ് എത്ര എണ്ണം കൊടുക്കുക. നമ്മുടെ ബാങ്ക് ബാലൻസ് 40,000 രൂപയാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ലെഡ്ജർ ഒന്ന് ഓൾട്ടർ ചെയ്യണം. CFൻ്റെ ഫണ്ട് ബാലൻസ്, CF ഫണ്ടിൻ്റെ ബാലൻസ് ലെഡ്ജർ ബാലൻസ് കൊടുക്കേണ്ടത് 1,00,000 രൂപയാണ് ജില്ലാ മിഷനിൽ നിന്ന് അനുവദിച്ച് തന്നത്. അതിൻ്റെ 1,00,000 രൂപ ബാലൻസ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ചിത്രം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ഇവിടെ എസ്റ്റിമേഷൻ ഫണ്ട്, പ്ലാൻ ഫണ്ട്, AG 26 CF ഫണ്ടിനകത്ത് 1,00,000 രൂപ വന്നിട്ടുണ്ട്. ഇതിൽ CF ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ 60,000 രൂപയാണ് ബാലൻസ് കാണിക്കുന്നത്. അത് നമുക്കൊന്നുകൂടെ ഓപ്പൺ ചെയ്യാം. KK കാറ്ററിംഗ് 45,000 രൂപയും കൃഷ്ണ അഗർബത്തീസ് 15,000 രൂപയും തരാനുണ്ട്. അപ്പോൾ 60,000 രൂപ ലോൺ ഇനത്തിൽ പുറത്ത് കിടപ്പുണ്ട്. പിന്നെ നമുക്കുള്ളത് ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ടിൽ 40,000 രൂപ CFൻ്റെ ബാങ്കിലും കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു, ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മുന്നിൽ CDSൻ്റെ പേര് കൊടുക്കണം എന്നുള്ളത്. നമ്മളിവിടുന്ന് ലെഡ്ജർ ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ലെഡ്ജർ PPD CDS വേണ്ട. ഇങ്ങനെ അടിച്ചപ്പോഴേക്കും നമ്മുടെ CDSൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി ഇത് ഇങ്ങനെ ഇല്ല, ബാങ്ക് എന്ന് മാത്രം അടിച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ CF എന്ന് അടിച്ച് നോക്കുകയാണ്, CEF എന്നടിക്കുമ്പോഴേക്കും നമുക്കെന്താ CF ഉള്ള ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ മുന്നേ നമ്മുടെ CDSൻ്റെ പേര് അടിക്കണമെന്ന് പറയുന്നത്. അപ്പം നമുക്കത് പെട്ടെന്ന് 5, 6, 7 ബാങ്ക് അക്കൗണ്ട് മാത്രമായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ എൻട്രിയിലേക്ക് പോവുകയാണ്. എൻട്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് പറഞ്ഞു, CF ഫണ്ടായിട്ട് 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ 60,000 രൂപ 2 പാർട്ടികൾ തരാനുണ്ട്, 40,000 രൂപ ബാങ്കിലും കിടപ്പുണ്ടെന്നുള്ളത് മനസ്സിലായി. നമ്മളിനി ജില്ലാ മിഷനിൽ നിന്ന് വീണ്ടും 1,00,000 രൂപയും കൂടെ ഫണ്ട് വാങ്ങുകയാണ്. CF ഫണ്ടായിട്ട് 1,00,000 രൂപയുടെ ഒരു 15/4 ഫണ്ട് വാങ്ങുകയാണ്. റെസിപ്റ്റാണ് വരുന്നത്. CEF ഫണ്ടിലേക്ക് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് CEF ഫണ്ടാണ് വരുന്നത്. CEF ഫണ്ട് 1,00,000 രൂപയുടെ വരുന്നു. നിലവിൽ AGCF 1,00,000 രൂപയുണ്ട്. അതിൻ്റെ കൂടെ 1,00,000 കൂടെ വരുമ്പോഴത്തേക്ക് 2,00,000 രൂപയായിട്ട് മാറി. ബാങ്കിൽ ഒരു 40,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ 1,00,000 രൂപ വന്നപ്പോൾ 1,40,000 ആയിട്ട് മാറി. ഇപ്പോൾ സേവ് ചെയ്യാം. റെസിപ്റ്റ് നമ്പറൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് സേവ് ചെയ്യാം. നമുക്കൊരു പേയ്മെൻറ്റ് കൊടുക്കാം. നമുക്ക് യൂണിറ്റിന് ലോൺ കൊടുക്കാം. കൊടുക്കുന്നത് CF അക്കൗണ്ടിൽ നിന്നാണ്. സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. നിലവിൽ സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റിന് ലോണില്ല. നമ്മൾ 1,00,000 രൂപ അവർക്ക് ഇപ്പോൾ ലോണായിട്ട് കൊടുക്കുകയാണ്. 1,00,000 രൂപ കൊടുത്തു. ബാങ്ക് ബാലൻസ് അപ്പം 40,000 ആയിട്ട് കുറഞ്ഞു. സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റിന് 1,00,000 രൂപ പോയി. ചെക്ക് നമ്പർ കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ നിലവിലെ സ്റ്റാറ്റസ്. ബാലൻസ് ഷീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾട്ട് F1 കൊടുക്കുക. ഫണ്ട് ഫ്രണ്ട് എസ്റ്റിമേഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ പ്ലാൻ ഫണ്ടിനകത്ത് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഇവിടെ CF ഫണ്ട് 2,00,000 രൂപയാണ്. അതിൽ 1,00,000 രൂപ ഓപ്പണിംഗ് ബാലൻസ്, 1,00,000 രൂപ ഏപ്രിൽ മാസം വന്നിരിക്കുന്ന ഫണ്ടുമാണ്. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് പോകാം. ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ് എടുത്ത് നോക്കുമ്പോൾ, ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ CF ലോൺ ആൻഡ് അഡ്വാൻസ് 1,60,000 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. 1,00,000 രൂപ ഇപ്പോൾ സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റിന് കൊടുത്ത് ഉൾപ്പെടെ 3 യൂണിറ്റ് വന്നിട്ടുണ്ട്. 1,60,000 രൂപ ലോൺ ബാലൻസ് ആയി. ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 40,000 രൂപ. അപ്പോൾ നമുക്കൊന്ന് കണക്ക് കൂട്ടാം. 1,60,000 രൂപ പബ്ലിക്ക് തരാനും ഉണ്ട്, 40,000 രൂപ ബാങ്കിലും ഉണ്ട്. 2,00,000 രൂപ ആവുന്നുണ്ടല്ലോ. പലിശയോ കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് അക്കൗണ്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളൂ. ഇനി നമ്മുടെ റീപേയ്മെൻറ്റ് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. റീപേയ്മെൻറ്റിൽ വൗച്ചർ എൻട്രി എടുക്കുക. റെസിപ്റ്റാണ് വരുന്നത്. അവർക്ക് നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്നതിന് റെസിപ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് കുഴപ്പമില്ല. റെസിപ്റ്റ് നമ്പർ മാറ്റി കൊടുക്കാം. ഇനി റെസിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് നമ്പർ കൊടുക്കുക. ആര് റീപേയ്മെൻറ്റ് അടച്ചാലും ശരി, നമുക്കെന്താ CFൻ്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി കൊടുക്കുന്നത് സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റ്. നമുക്ക് സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റ് നോക്കാം. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ലെഡ്ജർ
സ്വാന്തനം 15/4/24 തന്നെ നമ്മൾ 1 ലക്ഷം രൂപ സ്വാന്തനം മൈക്രോ യൂണിറ്റ് ലോണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ തിരിച്ചടയ്ക്കാൻ വരികയാണ്. നമുക്ക് അവരുടെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റിസീവബിളും ഉണ്ട്, ഇൻട്രസ്റ്റ് പേയബിളും ഉണ്ട്. അതിൽ ഇൻട്രസ്റ്റ് റിസീവബിൾ ഓപ്പൺ ചെയ്യുക. അവിടെ പിന്നെ കറണ്ട് അസറ്റ്, ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ്, CF ലോൺ ആൻഡ് അഡ്വാൻസ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാന്തനം മൈക്രോ യൂണിറ്റ് വരും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പം ഞാൻ 16 ഏപ്രിൽ മുതൽ കാണിക്കുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ 16 ഏപ്രിൽ മുതൽ 11 ഒക്ടോബർ 24 വരെയല്ല കാണിക്കുന്നത്. ഇവർ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. F2 പ്രസ് ചെയ്ത് ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. 16 ഏപ്രിലൊക്കെയാണ് ബിഗിനിങ് പീരീഡ് ലോൺ കൊടുത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ നമുക്ക് 15/5 അവർ ലോൺ തിരിച്ചടയ്ക്കാൻ വന്നത്. മെയ് മാസം 15-ാം തീയതി വന്നു എന്ന് വെച്ചാൽ കറക്റ്റ് 30ാമത്തെ ദിവസം. ഈ ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരിവിടെ കാണിച്ചു തരും. 15 ഏപ്രിൽ മുതൽ 15 മെയ് വരെ 1 ലക്ഷം രൂപ ബാലൻസിന് 30 ദിവസത്തേക്ക് 4% പലിശയിൽ 328 രൂപ 77 പൈസ എന്ന് വെച്ചാൽ 329 രൂപ പലിശ വാങ്ങണമെന്ന് നമ്മളുടെ കാൽക്കുലേറ്റർ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. 1 ലക്ഷം രൂപ ഇൻറ്റു 4/100 4% ഇൻറ്റു 30/365 329 രൂപ വരുന്നുണ്ട്. ഇത് തന്നെയാണ് ടാലി നമുക്ക് പറഞ്ഞു തന്നു 329 രൂപ വരുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എസ്കേപ്പ് അടിച്ച് പുറത്ത് പോവുക. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവർ തിരിച്ചടയ്ക്കുന്ന ലോൺ നമ്മൾ റിസീവ് ചെയ്യാൻ പോവാണ്. വൗച്ചർ എൻട്രി എടുക്കുക, റെസിപ്റ്റ് എടുക്കുക, F2 കൊടുക്കുക. 15/5 പറഞ്ഞു. റെസിപ്റ്റ് നമ്പർ കൊടുക്കുക. എല്ലെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. ഇനി ഫണ്ട് വരുന്നത് CEF അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഓൺ ഫണ്ട് അല്ല, CEF അക്കൗണ്ടിലേക്ക്. തരുന്നത് സ്വാന്തനം മൈക്രോ യൂണിറ്റ് ആണ്. അതിൽ അവർ 3000 രൂപയാണ് മൊത്തം കൊണ്ടുവന്നത്. അതിൽ പലിശ കഴിഞ്ഞ് മുതലിൽ കിട്ടുന്നത് 2671 രൂപയാണ്. സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത് 2671 രൂപ. ഇവിടെ വെച്ച് നമ്മൾ സെക്കൻഡറി ക്രിയേഷൻ ചെയ്യണം. ഓൾട്ട് C പ്രസ് ചെയ്ത് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ CEF ലോൺ, CF ലോണിൻ്റെ ഇൻട്രസ്റ്റ് പോർഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ CEF ലോൺ അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷെയറാണ് നമ്മൾ ഓൺ ഫണ്ട് ഇൻകത്തിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നീട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വേണ്ട, കോസ്റ്റ് സെൻറ്ററും വേണ്ട. ഇതിന് കോസ്റ്റ് സെൻറ്ററും വേണ്ട. എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ 329 രൂപയായിരുന്നു സിസ്റ്റം നമുക്ക് കാണിച്ചു തന്ന ഇൻട്രസ്റ്റ്. നമുക്ക് സേവ് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് 3000 വന്നിട്ടുണ്ട്. അവർക്ക് ബാങ്കിൽ അടച്ചതിൻ്റെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ഓക്കെ, ഇനി 15/5 തന്നെ നിലവിലുള്ള ഒരു യൂണിറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഉള്ള ഒരു യൂണിറ്റ് ആയിരുന്നു നമുക്കുണ്ടായിരുന്ന KK കാറ്ററിംഗ് എന്ന് പറയുന്നത്. KK കാറ്ററിംഗ് വന്നിട്ട് ലോൺ അടയ്ക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അവർ 15,000 രൂപയായിരുന്നു ഓപ്പണിംഗ് ബാലൻസ്. 15,000 രൂപയും കൊണ്ട് ലോൺ അടയ്ക്കാൻ, 15,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉള്ളപ്പോൾ 2,000 രൂപ ലോൺ അടയ്ക്കാനായിട്ട് വന്നിരിക്കുക. നമ്മൾ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റ് റിസീവബിൾ ഓപ്പൺ ചെയ്യുക, CF എടുക്കുക, KK കാറ്ററിംഗ് ഓപ്പൺ ചെയ്യുക. ഇവരുടെ ഓപ്പണിംഗ് പീരീഡ് ഇപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് 1/4/24 മുതലേ വരത്തുള്ളൂ. പുതിയ ടാലിയിൽ അങ്ങനെ വരത്തുള്ളൂ. ഇതിൻ്റെ എന്ന് മുതലുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബുക്കിൽ നിന്ന്
നമ്മുടെ ബുക്കിൽ എന്നാണോ കഴിഞ്ഞ മാർച്ചിലോ ഫെബ്രുവരിയിലോ ഒക്കെ ഒരു റീപേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് ഡേറ്റ് കണ്ടുപിടിക്കണം. എക്സാമ്പിൾ, കഴിഞ്ഞ 15/3 ഇവർ ലോൺ തിരിച്ചടച്ചിരിക്കുന്നതെങ്കിൽ 16/3 മുതലുള്ള ഡേറ്റ് കൊടുക്കണം. 16/3/24 മുതൽ ഇപ്പോൾ ലോൺ അടയ്ക്കാൻ വന്നത് 15/5/24 61 ദിവസം. മാർച്ച് മാസത്തിലെ 31 ദിവസവും ഏപ്രിൽ മാസത്തിലെ 30 ദിവസവും കൂടി ചേർത്ത് 61 ദിവസം. KK കാറ്ററിങ്ങിൻ്റെ ബാലൻസ് 45,000 രൂപയായിരുന്നു. സോറി, ഞാൻ മുമ്പ് 15,000 എന്നാണ് പറഞ്ഞത്. 45,000 രൂപ ബാലൻസ് ഉള്ള KK കാറ്ററിങ്ങിന് എത്ര രൂപ എന്ന് നമുക്ക് കാൽക്കുലേറ്ററിലൊന്ന് ചെയ്ത് നോക്കാം. 45,000 × 4/100 × 61/365 എന്ന് പറയുമ്പോൾ 300.82 കറക്റ്റാണ്. 300.82 301 രൂപയാണ് പലിശ വരുന്നത്. നമുക്ക് പുറത്ത് പോവാം. KK കാറ്ററിങ്ങിൻ്റെ പൈസ വാങ്ങിക്കാം, ലോൺ തിരിച്ചടവ് വാങ്ങാം, വൗച്ചർ എൻട്രി എടുക്കുക. ഡേറ്റ് മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ 15/5 തന്നെയാണ് വരുന്നത്. CF അക്കൗണ്ടിലേക്കാണ് വരുന്നത്. 2,000 രൂപയും കൊണ്ട് വന്നതിൽ 301 രൂപയാണ് പലിശ ഇനത്തിൽ പോകുന്നത്. 1,699 രൂപ മുതലും ഇൻട്രസ്റ്റ് ഓൺ CF എന്ന് പറയുന്നത് 301 രൂപയുമാണ്. മൊത്തം 2,000 രൂപ സേവ് ചെയ്യുക. ഞാനിതിൽ രണ്ടാമത് ലെഡ്ജർ ചെയ്ത ലെഡ്ജറുകളിൽ പേജ് നമ്പർ കൊടുത്തില്ല എന്ന് തോന്നുന്നു, വിട്ടുപോയതാണ്. സ്വാന്തനത്തിന് നമ്മൾ പേജ് നമ്പർ കൊടുത്തായിരുന്നു. KK കാറ്ററിങ്ങിൻ്റെ പേജ് നമ്പർ കൊടുത്തില്ലായിരുന്നു. KK കാറ്ററിങ് നമ്മളെന്തെങ്കിലും വിട്ടുപോയി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. CEF പേജ് നമ്പർ 15 ചേഞ്ച് ചെയ്താൽ മതി. അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ CFൻ്റെ ലോൺ വേണ്ടി നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്തത് സ്വാന്തനം KK കാറ്ററിങ് കൃഷ്ണ അഗർബത്തീസ് ആയിരുന്നു. അതിൻ്റെയും എൻഡിൽ നമ്മൾ CF പേജ് നമ്പർ 17 കൊടുക്കുക. നമ്മളതിൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. Alt F1 പ്രസ് ചെയ്യുക. ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ, അതിൽ പ്ലാൻ ഫണ്ട് എടുത്ത് നോക്കുക. CFൻ്റെ ഫണ്ട് ബാലൻസ് 2 ലക്ഷം തന്നെയാണ്, തിരിച്ചടച്ചിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വരും. ഇനി ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റിനകത്ത് നോക്കാം. CF ലോൺ അഡ്വാൻസ് 1,55,630 രൂപ. എങ്ങനെയാണെന്ന് നോക്കാം. KK കാറ്ററിങ്ങിന് 43,301 രൂപയും കൃഷ്ണ അഗർബത്തീസ് 15,000 രൂപ, സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റ് 97,329 രൂപ. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്തിട്ട് ഡീറ്റെയിൽ എടുത്ത് നോക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ CF ലോണ് 630 രൂപ വന്നിട്ടുണ്ട്. ഈ 630 രൂപ നമുക്ക് തന്നിരിക്കുന്ന പ്രൊസീഡിങ്സ് അനുസരിച്ച് നമുക്ക് വീതിച്ച് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയാണ് CFൻ്റെ ലോൺ എൻട്രി ചെയ്യുന്നത്. ഇനി പുതിയ ഒരു ലോൺ കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ജില്ലാ മിഷനിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത് കാണിച്ചിട്ടുണ്ട്. പുതിയ ലോൺ കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. നിലവിലുള്ള ലോണിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുന്നത് കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇനി ജില്ലാ മിഷനിലേക്ക് കുറച്ച് ഫണ്ട് തിരിച്ചടയ്ക്കുകയാണ്. എപ്പോഴെങ്കിലും നമ്മൾ ജില്ലാ മിഷനിൽ നമ്മുടെ CDSൽ ഉപയോഗമില്ലാതെ CFൻ്റെ ഫണ്ട് കിടക്കുകയാണ്. അത് തിരിച്ചെടുത്ത് ജില്ലാ മിഷൻ മറ്റൊരു CDSലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. 20/5 നമ്മളൊരു 40,000 രൂപ ഉപയോഗമില്ലാത്ത ഫണ്ട് നമ്മൾ ജില്ലാ മിഷനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ കൊടുക്കുന്ന ഫണ്ട് CF ഫണ്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. എന്തായിട്ടാ CEF ഫണ്ടാണ് കൊടുക്കുന്നത്. CF അക്കൗണ്ടിൽ CF ഫണ്ട് ഒരു 40,000 രൂപ ജില്ലാ മിഷനിലേക്ക് തിരിച്ചു കൊടുക്കുന്നു.
ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി പോകുന്നത്. CF ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് CF ഫണ്ടിലേക്ക് 40,000 രൂപ തിരിച്ചു പോകും. ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. ഇപ്പോൾ CFൻ്റെ ഫണ്ട്, ഞാൻ ഇട്ട എൻട്രി തെറ്റിപ്പോയി, അത് വരവായിട്ടാണ് റെക്കോർഡ് ചെയ്തത്. നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പറ്റും. പേയ്മെൻ്റ് ആക്കുക. പേയ്മെൻറ്റിനകത്ത് CF ഫണ്ടിൽ നിന്ന് CF ഫണ്ടിലേക്ക് 40,000 രൂപ കൊടുക്കുന്നുണ്ട്. അത് റെസിപ്റ്റ് എന്നുള്ളത് പേയ്മെൻ്റ് ആക്കാൻ മറന്നുപോയതുകൊണ്ടാണ് വിട്ടുപോയത്. ഓക്കെ, ഇപ്പം നമുക്ക് CF ഫണ്ട് 1,60,000 കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബാങ്ക് ബാലൻസ്, ബാങ്ക് അക്കൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന 40,000 രൂപ അതിപ്പം ജില്ലാ മിഷനിലേക്ക് പോയി. ഇനി CFൻ്റെ ബാങ്കിൽ 5,000 രൂപയാണ് ബാലൻസ് ഉള്ളത്. അത് നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് 3,000 രൂപയും ഒരു ഗ്രൂപ്പ് 2,000 രൂപയും CF തിരിച്ചു തന്ന പണം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. വേറെ പൈസ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഇങ്ങനെയാണ് CFൻ്റെ എൻട്രി ചെയ്യുന്നത്. മറ്റ് ലോൺ ചെയ്യുന്നത് പോലെ തന്നെ CIG ആയാലും CEF ആയാലും ശരി, CIF ആയാലും എല്ലാം ഒരേപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഉള്ളത്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഇല്ലാത്ത PMFME, പേൾ പോലെയുള്ളവ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്യേണ്ട എന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കി എൻട്രി എല്ലാം സെയിം ആണ് വരുന്നത്. എങ്കിലും സെപ്പറേറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഓരോരുത്തരെയും എന്നിട്ട് ഇതിൽ നോക്കിയിട്ട് വേണം നമുക്ക് ഇവരുടെ വ്യക്തിഗത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ. ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ലെഡ്ജറിനകത്തുനിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്വാതന്ത്ര്യം ശരിക്കും 3,000 രൂപയാണ് നമുക്ക് അടച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ 2,671 മാത്രമേ കാണത്തുള്ളൂ, മുതൽ മാത്രമേ കാണത്തുള്ളൂ. സ്വാതന്ത്ര്യം മൈക്രോ യൂണിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിരിക്കുന്ന 2,671 രൂപ മാത്രമാണ്. അപ്പോൾ അത് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. പിന്നെ Alt F1 പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, ഇൻട്രസ്റ്റ് ഓൺ CF 329 രൂപ പോയിട്ടുണ്ട്, മൊത്തം CDSൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് 3,000 രൂപ. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ലെഡ്ജറിലേക്ക് നമുക്ക് മാറ്റാനായിട്ട്. വരവ് വെക്കണം 15/5/24 മുതൽ 2,600. ഇതൊന്ന് എൻട്രി ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി. വരവ് മുതലിൽ 2,671 രൂപയും ഇൻട്രസ്റ്റ് 329 രൂപയും ആകെ 3,000 രൂപയും ബാലൻസ് ഇവിടെ കാണിക്കും 97,329 രൂപ എന്നുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി കണ്ടു തന്നെ ലെഡ്ജറിലേക്ക് നോട്ട് ചെയ്ത് വെക്കണം. വ്യക്തിഗത ലെഡ്ജർ രജിസ്റ്ററായിട്ട് കൃത്യമായി സൂക്ഷിക്കേണ്ടതാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇപ്പോൾ അക്കൗണ്ടൻ്റ് ഇല്ലാത്ത സമയത്ത് ടാലി ഓപ്പൺ ചെയ്ത് ബാലൻസ് നോക്കാൻ പറ്റത്തില്ല. ചെയർപേഴ്സൺ ഇത് നോക്കി പറയണമെന്നുണ്ടെങ്കിൽ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലെഡ്ജറുകൾ സൂക്ഷിച്ച് വെച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. സോഫ്റ്റ്വെയർ നഷ്ടപ്പെട്ടു പോയാൽ തന്നെയും നമുക്കിത് കണക്കുകൾ വേണമെങ്കിൽ വ്യക്തിഗത ലെഡ്ജറൊക്കെ മാനുവലായിട്ട് തന്നെ സൂക്ഷിക്കണം. അതിന് കൃത്യമായ നിർദ്ദേശങ്ങളും തന്നിട്ടുള്ളതാണ്. അത് പാലിക്കപ്പെട്ട് മുന്നോട്ട് പോവാം. ഓക്കെ.